അനശ്വര പ്രണയത്തിന് ഒരു മനോഹര ദിനം. പ്രണയിക്കുന്നവരെ കരുതലോട് ചേർത്ത് പിടിക്കാനുള്ള ദിവസം. അതാണ് വാലന്റൈൻ ദിനം. സ്നേഹത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്ന വിശുദ്ധ വാലന്റൈൻ്റെ ഓർമ്മ ദിനമാണ് വാലന്റൈൻസ് ദിനമായി ആഘോഷിക്കുന്നത്. മാറിയും മറിഞ്ഞും കാലത്തിനൊപ്പം എന്നും നിലകൊള്ളുന്ന വികാരമാണ് പ്രണയം. മഞ്ഞുപോലെ നിർമ്മലമായ ഒരനുഭൂതി. പ്രണയം ജീവിതത്തിന്റെ വസന്തമെന്ന് കവികൾ. കാലത്തിന്റെ മാറ്റത്തിനൊപ്പം പ്രണയശീലങ്ങളും മാറിയിട്ടുണ്ടാകാം. എങ്കിലും സ്നേഹിക്കുന്നവർക്ക് ആഘോഷമായി വീണ്ടും ഒരു വാലന്റൈൻ ദിനം. 3-ാം നൂറ്റാണ്ടിൽ റോമിലെ കാതോലിക്ക സഭയുടെ ബിഷപ്പായിരുന്നു വാലന്റൈൻ. അക്കാലത്ത് റോം ഭരിച്ചിരുന്നത് ക്ലോഡിയസ് ചക്രവർത്തി. വിവാഹം കഴിഞ്ഞ പുരുഷന്മാർ കുടുംബചിന്ത കാരണം യുദ്ധത്തിൽ ഒരു വീര്യവും കാണിക്കുന്നില്ലെന്ന് ചക്രവർത്തിക്ക് തോന്നി. അതിന് അദ്ദേഹം പ്രതിവിധി കണ്ടത് റോമിൽ വിവാഹം തന്നെ നിരോധിച്ചുകൊണ്ടാണ്. പക്ഷേ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കിയ ബിഷപ്പ് വാലന്റൈൻ രഹസ്യമായി വിവാഹം നടത്തിക്കൊടുക്കാൻ തുടങ്ങി. വിവരം അറിയാനിടയായ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിലടച്ചു. ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലായി. ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും കാരണം പെൺകുട്ടിക്ക് കാഴ്ച കിട്ടി. അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈന്റെ തലവെട്ടാൻ ആജ്ഞ നൽകി. കൊന്നൊടുക്കാൻ കൊണ്ടുപോകും മുൻപ് ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നൊരു കുറിപ്പ് എഴുതി. ആ അനശ്വര പ്രണയത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. നമ്മയെല്ലാം പാലമൃതൂട്ടുന്ന പാർവണ ശശിബിംബമാണ് പ്രേമമെന്ന് കവി പാടിയത് വെറുതെയല്ലോ. ഇഷ്ടവും സ്നേഹവും പ്രണയവുമൊന്നുമില്ലാത്ത ഒരു ജീവനും ഈ ഭൂമിയിലുണ്ടെന്ന് പറയുക വയ്യ. കാലപ്രവാഹത്താൽ കിനാവിന്റെ സൗന്ദര്യമുള്ള പ്രണയത്തിനും മങ്ങലേൽക്കുന്നത് കാണാം. പ്രേമത്തിന്റെ മൂടുപടമണിഞ്ഞ് ലൈംഗിക ചൂഷണങ്ങളും ഇന്ന് പലയിടത്തും നടക്കുന്നു. പ്രണയത്തെ പവിത്രമായി കാണാനുള്ള ഓർമ്മപ്പെടുത്തലിനൊപ്പം പനിനീർപ്പൂവിന്റെ പരിമളമേകട്ടെ ഏവർക്കും ഈ പ്രണയദിനം. ന്യൂസ് ഡെസ്ക് അമൃത TV.